ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ടൈം ഇപ്പോൾ 8 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഇൻട്രോ എടുക്കാൻ വേണ്ടി ഞാൻ വീടിന് പുറത്തേക്ക് ഒരു സ്ഥലത്തേക്ക് വന്നു. വീട്ടിൽ തൊട്ട് ഫ്രണ്ടിലുള്ള സ്ഥലം തന്നെ. മുമ്പുള്ള വീഡിയോയിലൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് തോടും കാടും മലകളൊക്കെ ഉണ്ടല്ലോ, അതിൽ തോടുള്ള സ്ഥലത്താണ് വന്നത്. പക്ഷെ തോടിലെ വെള്ളം കുറഞ്ഞ് ഗൈസ് കാണിച്ചു തരാം. കണ്ടോ, വേനല അടിച്ചതാ തോടിലെ വെള്ളമൊക്കെ കുറഞ്ഞ് വറ്റാറായി കണ്ടില്ലേ ഗൈസ്. അപ്പോൾ നല്ല വേനലായതുകൊണ്ട് തന്നെ ഇതിപ്പം കുറച്ച് ദിവസത്തെ വെയിലും കൂടെ ആകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തോട് പറ്റും. ഇപ്പം തന്നെ ഓൾറെഡി നല്ല വെള്ളം കുറവാണ്. അതൊക്കെ പോട്ടെ. അപ്പോൾ രാവിലെ ഞാൻ ഉറക്കണി എന്നെ വന്ന് ഒരാൾ ഉറക്കണിപ്പിച്ച് ഗൈസ് കാണിച്ചു തരാം. രാവിലെ കഴിച്ചാ നീ? അപ്പൊ ഇനി ഒന്നുകൂടെ കഴിക്കാൻ പോ. നമുക്ക് ഫുഡ് കഴിക്കാൻ പോകും ഗൈസ്. രാവിലെ നല്ല ഇഡ്ഡലിയും സാമ്പാറുമാണ്. എല്ലാം വിളമ്പി വെച്ചതിന് ശേഷം നമ്മൾ ഷൂട്ട് ചെയ്യണല്ലേടാ. ഇഡ്ഡലിയും സാമ്പാറും ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യ് ഗൈസ്. ഇഡ്ഡലിയും സാമ്പാറേ കണ്ടുപിടിച്ചാരെന്ന് അറിയാമോ? എവിടുന്ന് വന്നെന്ന് അറിയാമോ? എന്നാ തമിഴ്നാട്ടിൽ നിന്നാണ് വന്നത്. പ്രോപ്പർ തമിഴ്നാട്. അത് ആർക്കെങ്കിലും അറിയാമോ? സാമ്പാർ കണ്ടുപിടിച്ചാര്? സാമ്പാർ കണ്ടുപിടിച്ച എനിക്ക് അറിഞ്ഞൂടാ. ഇഡ്ഡലിയും സാമ്പാറും തമിഴ്നാടെന്നാണ് എന്റെ വിശ്വാസം. വീട്ടിലെ അമ്മ പറയണത് സാമ്പാർ കണ്ടുപിടിച്ച കേരളക്കാരാണ്. എനിക്ക് അറിഞ്ഞൂടാ, ഗൂഗിൾ ചെയ്ത് നോക്കട്ടെ. എന്തോ ടാസ്ക് ഓഹോ കലിപ്പ് കാണിക്കാണ്. എന്റെ ദൈവമേ, ഡൈവൊക്കെ അടിക്കുന്നു. കട്ടക്കലിപ്പ് കലിപ്പ് കട്ടക്കലിപ്പ് പറക്കും പാറി പറക്കും ഗൈസ്. ഭാർഗവി ഇഷ്ടമുള്ള ഒരു താഴെ കമന്റ് ചെയ്യുക ഗൈസ്. ഓ കൈയിട്ടള്ളി ഗൈസ്. ഇന്നലെ ഞാൻ 3 ഓട് ഒടിച്ചപ്പോ ഇവിടെ ഒരുത്തിന് വേവ് കയറി. അപ്പൊ എന്താ 2 ഓട് എടുത്തോണ്ട് പറഞ്ഞു ഒറ്റയടിക്ക് പൊട്ടിക്കാന്ന് പറഞ്ഞു. ഷുട്ടോ ആദി 2 ഓടൊന്നും വേണ്ട. ഇവന് വയ്യ കേട്ടാ. ഇവന് എന്റെ റെക്കോർഡ് തകർക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ 3 ഓട് പൊട്ടിച്ചപ്പോ ഇവന് വയ്യ. ഓ ആ പൊടി ഇരിക്കണോണ്ടാണ് പൊട്ടാത്തല്ലേ. പേടി ഉണ്ടെങ്കിൽ പൊട്ടിക്കല്ലേ. ഷുട്ടോ മേ ഷുട്ടോ ഷുട്ടോ എന്തിനടാ 2 ഓട് ഞാൻ ഇനി പൊട്ടിക്കണം. എനിക്കൊരു ചലഞ്ച് വെച്ചിട്ട്. എടാ നീ ഒരു അന്യായ ചലഞ്ചാണല്ലോ എനിക്ക് തന്നെ. നമ്മളെ കൊണ്ട് പറ്റുമോ? എന്നെ കൊണ്ട് പറ്റൂല്ലേന്ന് എനിക്ക് അറിഞ്ഞൂടാ. 2 ഓട് പൊട്ടിക്കണമെന്നുണ്ട്. പക്ഷെ ഇന്നലെ പൊട്ടിച്ചതിന്റെ നീര് കയ്യിൽ കിടക്കണേ ഉള്ളൂ. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തോണ്ട്. അടി തമരടിക്കണ കാലമായടി തീയാമേ, കാശിന്റെ ക്ഷാമം തീർന്നടി തീയാമേ 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 തീയാ തീയാ തീയാമേ. അടി 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 തമരടിക്കണ കാലമായടി തീയാമേ, കാശിന്റെ ക്ഷാമം തീർന്നടി തീയാമേ 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 തീയാ തീയാ തീയാമേ തീയാമേ. ക്രിക്കറ്റ് കളിക്കാൻ പോവേ. ഇനി വൈകുന്നേരം കാണാൻ പറ്റും. പോയിട്ട് എക്സാം എന്ന് നെക്സ്റ്റ്. എടാ നാളെ എക്സാമാ. എന്നിട്ടാ നീ ക്രിക്കറ്റ് കളിക്കാൻ പോണോ? വീട്ടിൽ ആളില്ലേ, അതുകൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പോണു. പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ പോകണം. ഞാൻ ചോദിച്ചാൽ പറഞ്ഞ് ഇപ്പോഴേ ക്രിക്കറ്റ് കളിക്കാൻ പോണം, ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ഫയർ എന്ന്. എടാ വീര, നാളെ എക്സാം. മുഖത്ത് നോക്കാൻ വയ്യ. അപ്പൊ വൈകുന്നേരം കാണാം. ബൈ ബൈ. സോളോ ചിന്താതമനിയിൽ ധൂളി കേറി എങ്ങനെ എടുക്കും ശ്വാസം, സ്വാർത്ഥത പുറകെ ലോകമോട്ടി 4 ദിക്കിലും നാശം. വാക്കുകൾ തീർന്നു തൊണ്ട വറ്റി ഞാൻ എങ്ങനെ ഒപ്പിക്കും പ്രാസം. ചുട്ടുപൊള്ളി മരുഭൂമി നഗരം എനിക്കാരുണ്ട് ഇവിടെ പാസം. ഞാൻ മാറ്റുന്നു മറപ്പച്ച പൂവിടങ്ങൾ, അതിൽ വർണ്ണത്തിൽ നിരയൊത്ത തളപ്പുടങ്ങൾ. എന്റെ റാപ്പിൽ തെളിയുന്നു സപ്തസ്വരങ്ങൾ, കേട്ട ഭാവത്തിൽ വിരിയുന്ന നവരസങ്ങൾ. ശൃംഗാര രൗദ്രം വീരഭയാനകം കരുണം ബീഭത്സം അത്ഭുതം ശാന്തം ഭാസ്യം. ഏകാകിയാണേൽ കടാക്ഷം മുന്നിലെ ദാസ്യം. തമസന്റെ മനസ്സിൽ തെളിച്ചുമന്റെ ശിരസിൽ വീക്ഷണം വിലസൽ ദൃഷ്ടികൾ നമസിലെ ആഗ്രഹം കരച്ചിൽ ശൈലിയിൽ രക്തമുള്ള പഞ്ച രമിന്നലിന്റെ ദേവം വിജയക്കൊടി നാട്ടുക നക്ഷത്രം മരുവാൾ കയ്യിൽ പിടിച്ചുറ്റിക സംഗീത ലഹരി തരുന്ന പട്ടിക അവിടെ പണിച്ചാലക മാതിരി കെട്ടു കട്ടിള ആകൂടത്തുള്ള സോളോ വൈബ് ആൾവേസ് വിൻസ്. ഗൈസ് ഇവിടെ വന്നിട്ട് ഞാൻ ഒരു 10 മിനിറ്റ് റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റീൽ കണ്ടായിരുന്നു. അപ്പോൾ അതിലെ കൺസെപ്റ്റ് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അതെന്താണെന്ന് ഞാൻ പറയാം. അതായത് നമ്മുടെ ലൈഫിൽ ഒരു കാര്യം നടക്കുന്നത് 2 തവണയാണ്. അതായത് ഒന്ന് നമ്മുടെ മനസ്സിലും ഒന്ന് അത് റിയാലിറ്റിയിൽ. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു വീട് വെക്കുന്നു, അത് ആദ്യം നമ്മൾ ഫസ്റ്റ് ആവണം നമ്മുടെ മൈൻഡിലാണ്. സോ നെക്സ്റ്റ് എന്താണ് അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്ത് വരുമ്പോൾ എന്താണ് അതൊരു വീടായിട്ട് കൺവേർട്ട് ആവും. നമ്മുടെ മൈൻഡിലും റിയാലിറ്റിയിലും ആയിട്ട് 2 തവണ നടക്കുന്നു. സോ എന്ത് കാര്യം ഇതേപോലെയാണ്. എന്താണ് നമ്മളിപ്പോൾ വീട് വെക്കുന്ന ടൈമിൽ ഒരാളുടെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ് 80% തോട്ട്സ് ആ വീട് എങ്ങനെ
കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഒരു തോട്ട്സ് ആയിരിക്കും. അപ്പോൾ ആ ഒരു തോട്ട്സിന് പവർ കൂടുന്നതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു വീട് വെക്കാനുള്ള ടൈം ലിമിറ്റ് അത് കുറഞ്ഞു വരികയാണ്. കാരണം എന്താണ്, നമ്മുടെ ആഗ്രഹം കൂടി വരികയാണ്. സോ 80%, അതായത് ഒരു ഡേയിൽ 80% ടൈം ആ പുള്ളി ചിന്തിക്കുന്ന ആ ഒരു വീട് എങ്ങനെ കംപ്ലീറ്റ് ആക്കണം എന്നുള്ള ഒരു ചിന്തയായിരിക്കും. അതേപോലെയാണ് നമ്മുടെ ഡ്രീംസ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ഡ്രീം നമുക്ക് അച്ചീവ് ചെയ്യണോ അതിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ഒരു ദിവസത്തെ 80% തോട്ട്സും, അതിന് വേണ്ടിയായിരിക്കണം നമ്മുടെ 80% ആക്ഷൻസും. അത് നമ്മുടെ മൈൻഡിൽ നടന്നു കഴിഞ്ഞാൽ അത് റിയാലിറ്റിയിൽ നടക്കാനുള്ള ടൈം ലിമിറ്റ് എന്താണ്, കുറഞ്ഞു വരികയാണ്. ആ ഒരു ഡ്രീം നമ്മളിലേക്ക് അട്രാക്റ്റ് ആയി വരികയാണ്. സോ നമ്മുടെ 80% തോട്ട്സ് എന്തിനെ കുറിച്ചാണ്, നമ്മൾ നെഗറ്റീവ് ആയിട്ടാണെങ്കിൽ നെഗറ്റീവ് അട്രാക്റ്റ് ആവും, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ആവും. സോ നമ്മുടെ ഡ്രീമിനെ കുറിച്ചാണെങ്കിൽ ഡ്രീമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമുക്ക് എന്താണ് ആവശ്യം, നമുക്ക് ഹാപ്പിനെസ് ആണ് ആവശ്യം. 80% തോട്ട്സ് അത് എന്താണ് വേണ്ടത് അത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സംഭവം നമ്മുടെ റിയാലിറ്റിയിൽ നമുക്ക് സംഭവിക്കും. മൈക്ക് ടൈസൺ പറഞ്ഞ ഒരു കോട്ടുണ്ട്, അതായത് നമ്മളൊരു ചാമ്പ്യൻ ആവുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു ചാമ്പ്യൻ ആയിരിക്കണം. നമ്മുടെ മനസ്സിൽ നമ്മൾ ചാമ്പ്യൻ ആയാൽ മാത്രമേ നമുക്ക് റിയാലിറ്റിയിൽ ചാമ്പ്യൻ ആകാൻ പറ്റൂ. അത് ഇതുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്താലേ റിയാലിറ്റിയിൽ ക്രിയേറ്റ് ആവുള്ളൂ. സോ നമ്മുടെ മൈൻഡിൽ എന്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ റിയാലിറ്റിയിൽ അത് നമ്മൾ അനുഭവിക്കും. സോ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നമുക്ക് അതാണ് നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നത്. യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. അപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് ആയി ഗൈസ് ഞാൻ ഇവിടെ വന്ന് ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോയി കാണാം ഗൈസ്. അപ്പോൾ വ്ളോഗ് ചെയ്ത് ഇന്നലെ രാവിലെ വ്ളോഗ് ചെയ്ത് വന്ന സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ വൈബ് ചെയ്യുമല്ലോ, നമ്മളിപ്പോൾ വൈബ് ചെയ്യുന്നത് ഒരുമിച്ച് വൈബ് ചെയ്യുന്നതാണ്, വൈബ് എലോൺ ആണ് ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? അത് നിങ്ങൾ കമന്റ് അടി. അതായത് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനും, ഈ രണ്ട് സിറ്റുവേഷനിൽ നിനക്ക് കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്ന സിറ്റുവേഷൻ ഏതാണ്? അതാണ് ഞാൻ ചോദിച്ചത്. രണ്ടുപേരായിട്ട് നിൽക്കുന്നത്, രണ്ടുപേരായിട്ട് നിൽക്കുന്നത്. ആ രണ്ടുപേരിൽ ഒരാൾ ആരാണ്? സ്കൂൾ ടീച്ചർ ആയിരിക്കും. അതായിരിക്കും ഞാനല്ല. തന്നെ ഇനിയിപ്പോ അങ്ങനെ ആൾക്കാർ വരും ഗായ്സ്. അപ്പോൾ ഇന്നലെയാണെങ്കിൽ ഞാൻ മറ്റേ കൈ കൊണ്ട് ഓടൊക്കെ അടിച്ച് പൊടിച്ച് റെഡിയാക്കിയിട്ട് വീട്ടിലെ തെങ്ങിൻ്റെ മുട്ടി കൊണ്ടുവന്നിട്ടായിരുന്നേ. സെറ്റ് കാലിയായിരിക്കുകയാണ്, കണ്ടില്ലേ? അപ്പോഴാണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടെ ഞാൻ ഒരു തെങ്ങിൻ്റെ ഉള്ളിൽ ഓട് കൊണ്ടിടുമ്പോൾ അത് തെങ്ങിന് വളവട്ടെ എന്ന് പറഞ്ഞു കൊണ്ടിട്ട്. പക്ഷേ ഇപ്പം വഴക്കിട്ടി ഗായ്സ്, അടിപൊളിയായിരുന്നു. അങ്ങനെ ആ ഓട് ഫുള്ളായി കംപ്ലീറ്റ് എടുത്ത് മാറ്റാൻ വേണ്ടിയാണ് വീട്ടിൽ നിന്ന് പറയണം. പിന്നെ ആ ഓട് ഫുള്ള് എടുത്ത് മാറ്റാം. വീട്ടിൽ നട്ടു വെച്ചിരുന്ന ചെറിയ തൈ തെങ്ങായിരുന്നു, അതിൻ്റെ മണ്ടയിൽ ഞാൻ ഫുള്ള് ഓട് കൊണ്ട് തട്ടിയിട്ട് അത് നമുക്ക് ടോട്ടലി മാറ്റാൻ കഴിയും. തെങ്ങിൻ്റെ ഒട്ടേന്ന് വാരി കളയണം. അത് ഇത്ര വലിയ കാര്യം എന്തൊരു സിമ്പിളായിട്ട് വാരി കളയാം നമ്മൾ. തെങ്ങിന് വളവട്ടെന്ന് പറഞ്ഞ് കൊണ്ടിട്ട് അബദ്ധത്തിൽ കൊണ്ടുവന്നിട്ടാണ്. ആക്ച്വലി ഞാൻ ഒരു തെങ്ങിന് വളമാവട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടാണ്. ബട്ട് അത് നടന്നില്ല. വീട്ടിൽ നിന്ന് വഴക്കി കിട്ടി, നല്ലൊരു കിട്ടി. ഇനി പാളയിൽ നമുക്ക് കൊണ്ടുവന്നിടാൻ കഴിയും. ഒരു പാള നിറച്ച് ഓട് കഷ്ണമുണ്ട്. ഇത് നമുക്ക് ഇവിടുത്തെ വാലിയുടെ സൈഡിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നമുക്ക് ഇടാം. ഗായ്സ് ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ്. ഇന്നലത്തെ ഒരു ഡേയിൽ വേറെ വലിയ സംഭവങ്ങളൊന്നും സംഭവിച്ചില്ല. എന്നാൽ സാധാരണ ഒരു ഡേ ഇന്ന് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ സംഭവിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് വൈബ് ചെയ്ത് അതൊക്കെ ഭയങ്കര ഹാപ്പിനെസ് കിട്ടിയ മൊമെൻ്റാണ്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വൈബ് ചെയ്ത് ഭയങ്കര രസമായിരുന്നു. എല്ലാം കൂടെ മൊത്തത്തിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് നിറഞ്ഞ ഒരു വ്ളോഗായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയ്ക്ക് ടൈറ്റിൽ ആദ്യം തന്നെ കൊടുത്തത്. അപ്പോൾ നമുക്ക് നല്ലതിന് വേണ്ടി പ്രതീക്ഷിക്കാം, ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ അതിൻ്റെ പേര് സംഭവിച്ച എല്ലാം നല്ലതിന്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലതിന്, ഇനി സംഭവിക്കുന്നത് നല്ലതിന്. വൺ ഐഡിയ ലൈഫ്. ബൈ. There's no mercy in this world, just hunger thirsty persons in different versions, each new update that shit worsens. Why?